എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട സൗത്ത് ഇന്ത്യൻ ഡിഷാണ്, ഒരു സ്വീറ്റ് ഡിഷാണ് റവ കേസരി. റവ കേസരി നോർമൽ ബേസിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അതിന് ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് റവ. ഈ റവ ഇപ്പം സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം റോസ്റ്റഡ് ആയിട്ടാണ് ഇപ്പം നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് റോസ്റ്റഡ് ആയിട്ടുള്ള റവ വാങ്ങിച്ചാൽ മതി. 1 കപ്പ് റവ, അതിന് അതേ ഈക്വൽ അളവിൽ പഞ്ചസാര. 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് പഞ്ചസാര, 3 കപ്പ് വെള്ളം. റവ എത്ര എടുക്കുന്നോ അതിൻ്റെ 3 ഇരട്ടി വെള്ളം നമ്മൾ എടുക്കണം. അപ്പോഴേ അത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് അവസാനം കിട്ടുള്ളൂ. പിന്നെ അതിനാവശ്യമായ നെയ്യ്, അതൊരു 3-4 ടേബിൾ സ്പൂൺ നെയ്യ് മതിയാവും. പിന്നെ അതിന് കളറിന് വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് കളർ ഒന്നും ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. കുങ്കുമപ്പൂ നിങ്ങൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് കുങ്കുമപ്പൂ ഒരു 10 മിനിറ്റ് മുമ്പ് ഇളം ചൂടുവെള്ളത്തിൽ ഒന്നിട്ട് വെച്ചേക്കുക. കുങ്കുമപ്പൂ കിട്ടിയില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. നിങ്ങളുടെ വീട്ടിൽ മഞ്ഞൾപ്പൊടിയൊക്കെ കാണുമല്ലോ, ആ മഞ്ഞൾപ്പൊടിയിൽ ഒരു കുറച്ച് ശകലം മഞ്ഞൾപ്പൊടി എടുത്ത് ഒന്ന് കലക്കി ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ കളറേ ചേർക്കേണ്ട കാര്യമില്ല. ഇത് നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ചേർക്കാതെ, ഒരു കളറും ചേർക്കാതെ കഴിച്ചാൽ പോലും ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കളർ ചേർക്കുന്നില്ല എന്നും പറഞ്ഞ് മാറാനോ കുറയാനോ ഒന്നും പോകുന്നില്ല. പിന്നെ നട്ട്സും കിസ്മിസും ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. അടുത്തതായിട്ട് നമുക്കൊരു ഒരു സ്പൂൺ നെയ്യ് ഒന്ന് ഒഴിച്ചിട്ട്, ഇത് റോസ്റ്റ് ചെയ്ത റവയാണെങ്കിലും നമുക്കത് നെയ്യിലൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുക്കുമ്പോഴേ ആ റവയ്ക്ക് ഒരു അവസാനം ആ ഒരു നെയ്യുടെ നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ചെറുതായിട്ട് ആ നെയ്യ് ഒഴിച്ചിട്ട് റവ ഒന്ന് ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി റോസ്റ്റ് ചെയ്യുന്നത് പോലെ അങ്ങ് എടുക്കണം. മതി കേട്ടോ. ഇതാണ്ടത് ഇത്രയും, ഒരുപാട് റോസ്റ്റ് ആവണ്ട. ഓൾറെഡി ഇത് റോസ്റ്റ് ചെയ്ത റവയാണല്ലോ, ഇത്രയും മതി. ഈ പരുവം ആകുമ്പോഴത്തേക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കണം. നമ്മൾ ആ റോസ്റ്റ് ചെയ്ത റവ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചു. അടുത്തതായിട്ട് നമ്മൾ ആ റവ എടുത്ത കപ്പിന് അതേ അളവിൽ 3 ഇരട്ടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1 കപ്പ് റവയ്ക്ക് 3 കപ്പ് വെള്ളം ഇതിൽ ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ കുങ്കുമപ്പൂ നേരത്തെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ കുങ്കുമപ്പൂ അരിച്ചെടുത്ത് ആ വെള്ളവും കൂടെ, കണ്ടോ നല്ല മഞ്ഞ കളറായില്ലേ, ആ വെള്ളവും കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചു. ഇനി അതൊന്ന് തിളക്കട്ടെ. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഈ തിളച്ച വെള്ളത്തിലോട്ട് ഈ റോസ്റ്റ് ചെയ്ത് വെച്ച റവ കുറച്ചായിട്ടിടണം. ഇടുമ്പോൾ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ തീ ഒരുപാട് കുറച്ച് വയ്ക്കണം. ചൂട് എപ്പോഴും നമ്മൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ റവ പെട്ടെന്ന് അടി പിടിക്കും. നമ്മളിങ്ങനെ കുറച്ചായിട്ടിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. റവ എല്ലാം ഇട്ടു. ഇനി ഇത് അടി പിടിക്കാതെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. നിർത്തരുത്, ഇതിൽ നിന്ന് തവി എടുക്കരുത്. ഇപ്പോൾ ഈ റവയുടെ അകത്തുള്ള വെള്ളമൊക്കെ വലിഞ്ഞ് ആ റവ എല്ലാം അബ്സോർബ് ചെയ്തെടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ. നമ്മളിനി ഈ അളന്ന് വെച്ചിരുന്ന അതേ ക്വാണ്ടിറ്റിയിലുള്ള പഞ്ചസാരയാണ് അങ്ങോട്ടിടുന്നത്. കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. പഞ്ചസാര ഇട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ ഇത് വെള്ളമാവും. കുറച്ചായിട്ടേ ഇട്ട് കൊടുക്കാവുള്ളൂ. പിന്നെ ഈ വെള്ളത്തിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ റവയുടെ അതേ എമൗണ്ട് പാല് വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. ഈ 3 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചില്ലേ, 3 കപ്പ് പാല് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിക്കാം. കൊച്ചു കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നല്ല ന്യൂട്രീഷ്യസ് ആയിരിക്കും, പാലൊഴിക്കാം. അപ്പോൾ മിൽക്ക് പേടയുടെ ഒരു ടേസ്റ്റും കൂടെ അതിനകത്ത് വരും. ഇപ്പം ഇത് കുറച്ച് നല്ല കുറുവി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നെയ്യില്ലേ, ആ നെയ്യിൽ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം. ആദ്യം ഒരു 2 സ്പൂൺ ഒഴിച്ചിട്ട് ചൂട് എപ്പോഴും ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കണം കേട്ടോ. ചൂട് കൂടരുത്. കൂടിക്കഴിഞ്ഞാൽ ഇത് അടി പിടിക്കും. ഒരു പക്ഷേ അടി പിടിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഇത് ഈ തവി വെച്ച് ഇങ്ങനെ ഒന്ന് ലൈറ്റ് ഉടച്ചുടച്ച് മുമ്പോട്ട് പോയാൽ മതി. നമുക്ക് നെയ്യ് ആവശ്യത്തിന് ഒഴിച്ചാൽ മതി കേട്ടോ. 2 സ്പൂൺ മതി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് മതി. പിന്നെ നെയ്യ് കൂടുമ്പോഴും നമുക്ക് അതിൻ്റെ ടേസ്റ്റും കൂടും. ഇപ്പോൾ ഇത് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ ഏലക്കയുടെ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 ഏലക്ക പൊടിച്ച് ഇതിനകത്ത് ഇടാം. ഞാനിപ്പോൾ അത് ഇടുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങൾ മെമ്പേഴ്സും കുറവാണ്. ഏലക്കയുടെ ഫ്ലേവർ ഇവിടെ ആർക്കും അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് വേസ്റ്റ് ആവരുതല്ലോ. അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. നിങ്ങൾക്ക് ഏലക്കയുടെ ഫ്ലേവർ വേണമെങ്കിൽ അതിടാം, ഇല്ലെങ്കിൽ പൈനാപ്പിൾ എസൻസ് വേണമെങ്കിൽ ഒരു ഡ്രോപ്പ് വേണമെങ്കിൽ ഇതിലൊഴിക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഇത് മാറ്റാനായിട്ട് ഒരു പ്ലേറ്റിൽ ഇതുപോലെ നെയ്യ് തടവി ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്കിതൊന്ന് മാറ്റാം. ഇപ്പം നമ്മുടെ റവ കേസരി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ഇത് കുറച്ച് തണുത്തതിന് ശേഷം ഒന്നുകിലൊരു പരന്ന പാത്രമായിരുന്നെങ്കിൽ അത് പീസായിട്ട് നമുക്ക് ഹൽവ കഷ്ണം പോലെ മുറിച്ചെടുത്ത് കഴിക്കാം. അല്ലെങ്കിൽ ഒരു ബൗളാണെങ്കിൽ ബൗളിൽ കുറച്ച് നേരം വെച്ചിരുന്നിട്ട് ആ ബൗൾ കമത്തുമ്പോൾ ആ ബൗളിൻ്റെ അതേ ഷേപ്പിൽ വരും. ഇപ്പോൾ ഇത് കുറച്ച് കളറ് കുറവാണ് കേട്ടോ. ഞാൻ കുങ്കുമപ്പൂ കുറച്ചേ ഇട്ടുള്ളൂ. നിങ്ങൾക്ക് കുറച്ചുകൂടെ കളറ് വേണമെന്നുണ്ടെങ്കിൽ ഒരു അല്പം കൂടെ കുങ്കുമപ്പൂ ഇട്ടാൽ മതി. അപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇവിടെ ഒരു കൊച്ചുകുട്ടിയുണ്ട്. അപ്പം നിങ്ങളിത് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയിക്കണം, ഷെയർ ചെയ്യണം. അപ്പം ഇനി അടുത്ത പ്രാവശ്യം വരുന്നത് വരെ ബൈ ബൈ, ഹാവ് എ ഗുഡ് ഡേ.